കൂർഗിലെ ഭാഗമണ്ഡലിലേക്ക് അടുത്ത് അധികം വരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു കിടിലൻ ഹിഡൻ സ്പോട്ടിലേക്ക് ഞങ്ങളൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. ഈ യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എൻ്റെ നാടായ ചെറുപുഴയിൽ നിന്നും ഞങ്ങൾ 4 പേര് ബൈക്കിനാണ് ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പോകുന്ന വഴിക്ക് പെട്രോളൊക്കെ അടിച്ച് മലയോര ഹൈവേയിലെ റോഡിൽ കൂടെ അടിപൊളി റൈഡായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു റോഡും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. നല്ല റോഡും കിടിലൻ ലൈനും സിഗ്നലൊക്കെ ആയിട്ട് നല്ല രസം തന്നെയാണ് ഇതുവഴി റൈഡ് ചെയ്ത് പോകാൻ തന്നെ. ഞങ്ങൾ 4 പേര് 3 ബൈക്കിലായിട്ടാണ് യാത്ര തുറന്നത്. കാർ എടുത്തിട്ട് പോകാനാണ് ആദ്യം തീരുമാനിച്ചതെങ്കിൽ ഈ ബൈക്ക് റൈഡ് പോകുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെ ആയതുകൊണ്ട് ബൈക്കിൽ പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ പാണത്തൂർ ടൗണെത്തി ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്തു. ഈ പാണത്തൂർ ടൗണിൽ നിന്ന് കുറച്ചും കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരള കർണാടക ബോർഡർ എത്തും. ഇതാണ് കേരള കർണാടക ബോർഡർ. കർണാടക കയറിയത് നമുക്ക് വലതുവശത്ത് ഒരു പെട്രോൾ പമ്പും ഇടതുവശത്തും വലതുവശത്തായിട്ട് ഒരുപാട് ബാറുകൾ കാണാം. കേരളത്തിൽ നിന്നുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ട് ബാറിലും പെട്രോൾ പമ്പിലായിട്ടൊക്കെ പോകുന്നത് നമുക്ക് കാണാം. ഈ ഒരു സ്ഥലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഏകദേശം കാടൊക്കെ തുടങ്ങാനായി. അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ ബൈക്കിൻ്റെ ടയർ പഞ്ചറായത്. ഏകദേശം 6 കിലോമീറ്റർ ഞങ്ങൾ തിരിച്ച് പാണത്തൂർ ടൗണിൽ പോയിട്ടാണ് ആ ടയർ മാറ്റിയത്. 2 മണിക്കൂറോളം ഞങ്ങൾക്ക് അവിടെ നഷ്ടമായി. അതുകൊണ്ട് തന്നെ തലക്കാവേരി പ്ലാൻ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് ഭാഗമണ്ഡലം വരെ പോകാമെന്ന് വെച്ചു. കാട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാടൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് അടിപൊളി കോടമഞ്ഞൊക്കെ കാണാൻ പറ്റി. ഭാഗമണ്ഡലം എത്തുന്നതിന് തൊട്ട് മുമ്പ് വലതുവശത്തേക്ക് ഇങ്ങനെ ഒരു അമ്പലത്തിൻ്റെ ആർച്ച് കാണാം. അതുവഴി താഴേക്ക് പോകുമ്പോഴാണ് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ആ ഒരു അടിപൊളി സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നത്. ഇങ്ങോട്ടുള്ള റോഡൊക്കെ അത്യാവശ്യം നല്ല മോശമാണ്. കർണാടക കയറിയപ്പോൾ തൊട്ട് റോഡൊക്കെ നല്ല മോശമായിരുന്നു. കാട്ടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പണികളൊക്കെ നടക്കുന്നുണ്ട് റോഡിന്. ഏകദേശം 1 വർഷത്തോളം കഴിയുമ്പോൾ നല്ല റോഡ് വരുമായിരിക്കും. ഈ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയത് നല്ല അടിപൊളി ഒരു ഫീലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ശാന്തതയാണ് ഈ ഒരു സ്ഥലത്ത്. ഒരുപാട് കൃഷിയിടങ്ങളും പശുക്കളും നല്ല പുൽത്തകടികളൊക്കെ ആയിട്ട് എന്താ പറയുക, കിടിലൻ സ്ഥലം. നമ്മൾ വേറൊരു രാജ്യത്തൊക്കെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തെത്തിയ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. നല്ല സമാധാനപരമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. അധികം ടൂറിസ്റ്റുകളോ ആളുകളോ ഇങ്ങോട്ട് വരാറില്ല. ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ മെല്ലെ ഇറങ്ങി. ഈ ഒരു പുൽമേട് കാണാനും ദൂരെയായിട്ട് നെൽകൃഷിയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ആളുകളൊക്കെ അവിടുന്ന് പശുവിനെയൊക്കെ മേയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു അടിപൊളി സ്ഥലം. ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് കുറച്ച് വിഷ്വൽസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് എടുത്തു. നല്ലൊരു കോടമഞ്ഞൊക്കെ ഇറങ്ങി അടിപൊളി ഒരു ഫീലും കൂടിയായിരുന്നു. മഴ പെയ്തതുകൊണ്ട് ഒരു പ്രത്യേക രസം തന്നെ ഉണ്ടായിരുന്നു ആ ഒരു സ്ഥലത്ത്. നിങ്ങൾ തലക്കാവേരിയൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്തും കൂടെ പോകുമ്പോൾ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ ഇറങ്ങി. വൈകുന്നേരം ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ റാണിപുരത്തേക്കാണ് പോയത്. അപ്പോൾ റാണിപുരം കാഴ്ചകളായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.